بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء المرسلين نبينا محمد وعلى آله وأصحابه أجمعين وبعد. നമ്മൾ പറഞ്ഞു മൂന്നാം നൂറ്റാണ്ടിൽ ഹദീസുകളെ ക്രോഡീകരിച്ചപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള രചനകളാണ് വന്നത്. രചനകൾ വൈവിധ്യമായിരുന്നു. അതിൽ ഒന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, എന്താണ്? മുസ്നദ്. ആ മുസ്നദുകളിൽ വന്ന രചനകളാണ് ഇവിടെ ഉണർത്തിയത്. അതിൽ ക്രോഡീകരിക്കപ്പെട്ടതും നഷ്ടപ്പെട്ടതൊക്കെയാണ് നമ്മളിവിടെ ഉണർത്തിയത്. അതൊക്കെയും ഒരു വാള്യം രചനയല്ല, പിന്നെ പല വാള്യങ്ങൾ രചനകളാണ്. അന്നത്തെ രചനയുടെ മറ്റൊരു വൈവിധ്യമാണ് സഹീഹുകൾ സുനനുകൾ. അതിൽ സഹീഹുകളിൽ ഒന്നാമത്തെ രചന ഏതാണ്? സഹീഹുൽ ബുഖാരി. തന്റെ രചനയിൽ എല്ലാ ഹദീസുകളും സഹീഹാകണം, കുറ്റമറ്റ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ടതാകണം എന്ന തികഞ്ഞ നിഷ്കർഷതയിൽ രചന നടത്തിയ പണ്ഡിതനാണ് ഇമാം ബുഖാരി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രചനയ്ക്ക് സഹീഹുൽ ബുഖാരി എന്ന പേര് പ്രസിദ്ധമായത്. അൽ ബുഖാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹീഹുൽ ബുഖാരി എന്ന് പറഞ്ഞാൽ ബുഖാരി അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി അൽ ജാഫി. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിലാണ്. അദ്ദേഹം ബുഖാറക്കാരനാണ്. ബുഖാറ റഷ്യൻ റിപ്പബ്ലിക്, സമർക്കന്ദിനടുത്ത് ബുഖാറ, ഇന്നത്തെ ആധുനിക റഷ്യയിൽ ഉൾപ്പെടും. അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയുടെ പേര് അൽ ജാമിഉ സഹീഹുൽ മുസ്നദ് മിൻ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വഅയ്യാമിഹി. അതാ അൽ ജാമിഉ സഹീഹുൽ മുസ്നദ് മിൻ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വഅയ്യാമിഹി. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഇതാണ് അദ്ദേഹത്തിന്റെ മുസ്നദിന്റെ പേരിട്ടത്. ഇമാം നവവി അൽ ജാമിഉൽ മുസ്നദു സഹീഹ് അൽ മുഖ്തസർ മിൻ ഉമൂരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വഅയ്യാമിഹി. ഇതോടില്ല അവിടെ. അതാണ് ഇമാം നവവി സ്ഥിരപ്പെടുത്തിയതിന്റെ പേര്. നേരെ വ്യത്യാസമുണ്ട് അല്ലെ? ഇവിടെ അൽ ജാമിഉ സഹീഹുൽ മുസ്നദ് എന്നാണ്, ഇവിടെ അൽ ജാമിഉൽ മുസ്നദു സഹീഹ് എന്നാണ്. അൽ മുഖ്തസർ മിൻ ഉമൂരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വഅയ്യാമിഹി. ഈ സുനനിഹി വഅയ്യാമി എന്നുള്ളത് വഴിയില്ല. ഞാൻ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അതോടെ വിട്ടതാണ്. ഇമാം ബുഖാരി ഈ ഒരു രചനക്ക് അദ്ദേഹത്തിന് പ്രേരകമായത് എന്താ? അദ്ദേഹത്തെ ഇങ്ങനെ ഒരു രചന നടത്താൻ പ്രേരിപ്പിച്ചത് എന്താണ്? സഹീഹുൽ ബുഖാരിക്ക് രണ്ട് പേരുണ്ട് എന്നർത്ഥം. ഒന്ന് ഇബ്നു ഹജർ സ്ഥിരീകരിച്ച പേര്, മറ്റൊന്ന് ഇമാം നവവി സ്ഥിരീകരിച്ച പേര്. അസ്ബബുൽ ബാഇസ് ലിൽ ഇമാം ബുഖാരി അലാ തഅലീഫി. ഈ രചന നടത്താൻ ഇമാം ബുഖാരിയെ പ്രേരിപ്പിച്ച കാരണം എന്ത് എന്നുള്ളതാണ്. അതിൽ ഒന്ന്, ഇമാം ബുഖാരി ആ കാലഘട്ടത്തിലെ രചനകളെ നിരീക്ഷിച്ചതാണ്. അത് നമ്മുടെ കൊടുത്തില്ല, പക്ഷെ അത് ഇതിന്റെ തുടക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. ഇമാം ബുഖാരി അന്ന് ആളുകളുടെ രചനകളെ പരിശോധിച്ചപ്പോൾ ആ രചനകളിൽ രണ്ടും കാണുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ സഹീഹ് എന്നും ചില റിപ്പോർട്ടുകൾ സഹീഹിന്റെ ദർജയിൽ എത്തുന്നതല്ല എന്നും അദ്ദേഹം കാണുന്നുണ്ട്. മനസ്സിലായി?
അപ്പൊ അതിൽ നിന്നാണ് അദ്ദേഹത്തിനൊരു ചിന്ത വരേണ്ടത്. എന്തുകൊണ്ട് സഹീഹായി മാത്രം ഒരു രചന നിർവഹിക്കപ്പെട്ടുകൂടാ? അല്ലെ, അതാണ് ആദ്യത്തെ പ്രേരകം. പിന്നെ ഇമാം ബുഖാരിയുടെ ഉസ്താദ് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധനാണ് അബ്ദുല്ലാഹിബ്നുൽ മുബാറക്. ഹദീസിന്റെ വിഷയത്തിൽ അമീറുൽ മുഅ്മിനീൻ ആണ് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ശിഷ്യന്മാരോട് പറയാണ്. അതിൽ ഇമാം ബുഖാരി ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, ലൗ ജമഅതും കിതാബൻ ലി സഹീഹി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന്റെ സഹീഹായതിന് മാത്രം ഒരു കിതാബ് നിങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് എപ്പോഴും ശിഷ്യന്മാരോട് പറയുന്ന ഒരു വർത്താനാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ അതിൽ സഹീഹായി ഉദ്ധരിക്കപ്പെട്ടത് മാത്രം ക്രോഡീകരിച്ചിരുന്നുവെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഉസ്താദ് പറയുന്നതാണ് സദസ്സിൽ. അപ്പൊ ഇമാം ബുഖാരി പറയാണ്, ഉസ്താദിന്റെ ആ വാക്ക് എന്റെ മനസ്സിൽ തറച്ചു. എന്റെ മനസ്സിൽ അത് തറച്ചു. അങ്ങനെ അങ്ങനെ ഞാൻ തുടങ്ങി ഫി ജംഇൽ ജാമിഉ സഹീഹ് ക്രോഡീകരിക്കാൻ. ജാമിഉ സഹീഹ് എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരി. അപ്പൊ ഉസ്താദിന്റെ പ്രേരിപ്പിക്കലാണ് സഹീഹായത് മാത്രം ക്രോഡീകരിക്കുന്ന രചന നടത്താനുള്ള പ്രേരകം. അതിൽ എന്ത് ചെയ്തു? അദ്ദേഹം ആകൃഷ്ടനായി, അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തറച്ചു. അങ്ങനെ അദ്ദേഹം ജാമിഉ സഹീഹ്, അതാണ് സഹീഹുൽ ബുഖാരി, അതിന്റെ രചന ആരംഭിച്ചു എന്ന് അദ്ദേഹം പറയാം. പിന്നെ ഒരു പ്രേരകം ഇമാം ബുഖാരി തന്നെ പറയുന്നത്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. എങ്ങനെ? വകഅന്നി വാഖിഫുൻ ബൈന യദൈഹി, റസൂലുള്ളാഹിന്റെ മുന്നിൽ ഇമാം ബുഖാരി നിൽക്കുന്നതായിട്ട്. വബിയദി മിർവാഹത്തുൻ അദുബ്ബു ബിഹാ അൻഹു, അതല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിർവാഹുണ്ട്, വീശിണ്ടല്ലോ, വിശറി, അതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് പ്രതിരോധിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? അദ്ദേഹം റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം കാണുകയാണ്, റസൂലുള്ളാഹിന്റെ മുമ്പിൽ അദ്ദേഹം നിൽക്കുന്നതായിട്ട് കാണാൻ. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വിശറിയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിയെ പ്രതിരോധിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നതായിട്ട് കാണുന്നത്. വിശറി കൊണ്ട് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം പ്രതിരോധിക്കാൻ. ആ രീതിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അപ്പൊ റസൂലുള്ളാഹി അദ്ദേഹം ഈ സ്വപ്നത്തെ കുറിച്ച് ചോദിച്ചു, ആളുകളോട്, ജ്ഞാനികളോട് ചോദിച്ചു, എന്താണ് ഈ സ്വപ്നം? അപ്പൊ അദ്ദേഹത്തോട് പറയപ്പെട്ടത്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വ്യാജ വർത്തമാനങ്ങളിൽ നിന്ന് റസൂലുള്ളാഹിയെ പ്രതിരോധിക്കും. തങ്ങൾക്കെതിരിൽ വ്യാജം പറയുന്നതിന് തൊട്ട് നിങ്ങൾ റസൂലുള്ളാഹിയെ പ്രതിരോധിക്കും. അതാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് പണ്ഡിതർ പറഞ്ഞപ്പോൾ, ഹമലനി, അതാണ് എന്നെ പ്രേരിപ്പിച്ചത് എന്തിന്? സഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കാൻ. ഇതൊക്കെ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന സംഭവങ്ങളാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന് സഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കാൻ ഇതുപോലെ കുറെ പ്രചോദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, അന്നത്തെ സാഹചര്യത്തിൽ രചനകളുടെ പ്രത്യേകത. രണ്ട്, അബ്ദുല്ലാഹിബ്നുൽ മുബാറക് എന്ന് പറയുന്ന തന്റെ ഉസ്താദിന്റെ പ്രേരണ. അതേപോലെ തന്നെ മൂന്ന്, ഈ സ്വപ്നം. അത് മൂന്നും ചേർന്നപ്പോൾ അദ്ദേഹം ഒരു സഹീഹുൽ ബുഖാരിയുടെ രചനക്ക് അദ്ദേഹം പൂർത്തും സജ്ജനായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹീഹായതിനെ ക്രോഡീകരിക്കാനാണ് അദ്ദേഹത്തിന്റെ ഉദ്യമം. അതുകൊണ്ട് തന്നെ ആ രചനയിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയുടെ ആ തോത് എത്രമാത്രം അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു, അതാണ് ഈ ഒരു സഹീഹുൽ ബുഖാരി രചിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയുടെ ആ അളവ് എത്രത്തോളം അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യം, അതാണ് ഇവിടെ അദ്ദേഹത്തിന്റെ വരികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം ബുഖാരി പറയാണ്, മാ വദഅതു ഫീ കിതാബി അസ്സഹീഹ് ഹദീസൻ ഇല്ലാ തസൽതു ഖബ്ല ദാലിക വസല്ലൈതു റകഅതൈൻ. ഇമാം ബുഖാരി പറയണം, മാ വദഅതു ഫീ കിതാബി അസ്സഹീഹ്, എൻ്റെ ഈ സഹീഹ് അൽ ബുഖാരിയിൽ ഞാൻ വെച്ചിട്ടില്ല. മാ വദഅതു ഫീ കിതാബി അസ്സഹീഹ്, എൻ്റെ ഈ കിതാബിൽ ഞാൻ വെച്ചിട്ടില്ല. ഹദീസൻ, ഒരു ഹദീസ് പോലും ഞാൻ വെച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ? ഇല്ല തസൽതു ഖബ്ല ദാലിക, അതിനു മുമ്പായി ഞാൻ കുളിച്ചു ശുദ്ധി വരുത്താതെ, വസല്ലൈതു റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്യാതെ. അപ്പൊ സഹീഹുൽ ബുഖാരിയിൽ ഏതൊരു ഹദീസ് ഇമാം ബുഖാരി ചേർത്തിട്ടുണ്ടോ അതിനു മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ശുദ്ധി വരുത്തിയിട്ടുണ്ട്, 2 റകഅത്ത് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഒന്നുകൂടി മുബറദ് വിശദീകരിക്കാം. മാ അദ്ഖൽതു ഫീഹി ഫീഹി ഫിൽ ജാമിഉ സഹീഹ്, സഹീഹുൽ ബുഖാരിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഹദീസൻ ഒരു ഹദീസും ഇല്ലാ ബഅദ ഇസ്തിഖാറത്തുല്ലാഹ തആല, അല്ലാഹുവിനോടുള്ള വിഷയത്തിൽ ഞാൻ ഇസ്തിഖാറത്ത് നടത്താതെ. എന്താ ഇസ്തിഖാറത്ത് നടത്താറ്? ഒരു കാര്യത്തിൽ നല്ലതാണോ അല്ലേ, നല്ലതാണെങ്കിൽ നടത്തി തരാൻ, അല്ല എങ്കിൽ അതിൽ നിന്ന് അകറ്റാൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യാതെ ഇസ്തിഖാറത്ത് നടത്താതെ ഒരു ഹദീസും ഞാൻ സഹീഹുൽ ബുഖാരിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ അള്ളാഹിനോട് ആ വിഷയത്തിൽ ഇസ്തിഖാറത്ത് നടത്താതെ. വസല്ലൈതു റകഅതൈനി, 2 റകഅത്ത് നമസ്കരിക്കുകയും ചെയ്യാതെ. വതയഖൻതു സിഹ്ഹതഹു, അത് സഹീഹാണോ എന്ന് ഞാൻ ഉറപ്പുവരുത്തുകയും ചെയ്യാതെ. അപ്പോൾ ഒരു ഹദീസ് സഹീഹാണെന്ന് ഉറപ്പുവരുത്തി 2 റകഅത്ത് നിസ്കരിച്ച് അള്ളാഹിനോട് ഇസ്തിഖാറത്ത് നടത്തിയിട്ട് മാത്രമേ സഹീഹുൽ ബുഖാരിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു ഹദീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ പറയുന്നു. അതേ പറയുന്നത് സന്നഫ്തു കിതാബി സഹീഹ്, സന്നഫ്തു ഞാൻ രചിച്ചു, കിതാബി സഹീഹ് എന്റെ സഹീഹുൽ ബുഖാരി കിതാബ് ഉണ്ടല്ലോ, ജാമിഉ സഹീഹ് ഉണ്ടല്ലോ, അത് ഞാൻ രചിച്ചു. ലിസിത്ത സന, എന്താ 16 വർഷത്തെ അധ്വാനത്തിൽ ഖറജ്തുഹു, ആ 16 വർഷങ്ങളിൽ ഞാൻ ഈ സഹീഹുൽ ബുഖാരിയെ തഖ്രീജ് നടത്തി എന്ന് പറഞ്ഞെങ്കിൽ അതിനെ രചനയായി പുറത്തു കൊണ്ടുവന്നു. ഖറജ്തു, അതിനെ രചനയായി പുറത്തു കൊണ്ടുവന്നു. മിൻ 600,000 ഹദീസ്, മിൻ 600,000 ഹദീസ്, എത്ര? 6 ലക്ഷം ഹദീസുകളിൽ നിന്ന്, 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് 16 വർഷങ്ങളിലായിട്ട് പഠനം നടത്തി, മനനം നടത്തി. മനസ്സിലായേ? അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, എന്റെ സഹീഹുൽ ജാമിഉ സഹീഹിനെ ഞാൻ രചിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വജഅൽതുഹു ഹുജ്ജതൻ ഫീമാ ബൈനി വബൈന അല്ലാഹ്, വജഅൽതുഹു ഹുജ്ജ, ഞാൻ ഈ ജാമിഉ സഹീഹ് എന്ന കിതാബിനെ ഞാൻ അതിനെ ഒരു ഹുജ്ജത്താക്കി, തെളിവാക്കി. എവിടേക്ക്? ഫീമാ ബൈനി വബൈന അല്ലാഹ്, അള്ളാഹുവിന്റെയും എന്റെയും ഇടയിൽ. അള്ളാഹുവിന്റെയും അദ്ദേഹത്തിന്റെയും ഇടയിൽ ഒരു ഹുജ്ജത്താക്കി എന്ന് പറഞ്ഞെങ്കിൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ രചന നടത്തിയിട്ടുള്ളത്. അല്ലെ? പഠിച്ചവൻ അതിന്റെ വിഷയത്തിൽ തന്നെ ചോദ്യം ചെയ്യും എന്ന ബോധ്യത്തിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ആ രചന നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഉറപ്പാണ് അത് അറിയിക്കുന്നത്. ഇവിടെ ഈ 600 ലക്ഷം ഹദീസുകൾ എന്ന് പറയുമ്പോൾ, 6 ലക്ഷം ഹദീസ് എന്ന് പറയുമ്പോൾ, ഇമാം അഹ്മദിന്റെ മുസ്നദ് എത്ര ലക്ഷം ഹദീസുകൾ എന്ന് പറഞ്ഞാൽ 7 ലക്ഷം ഹദീസുകൾ എന്ന് പറയുമ്പോൾ, ഈ ഹദീസുകൾ എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട ഹദീസുകൾ ഉണ്ടാവും. അതേപോലെ സഹാബികൾ പറഞ്ഞ വാക്കുകൾ, താബിഈങ്ങളുടെ വാക്കുകൾ, ഇതൊക്കെയും എന്തായിട്ട് തന്നെ പറയാ, ഹദീസ് എന്നാ പറയാം. അതുകൊണ്ടാണ് ഈ എണ്ണത്തിലുള്ള ആധിക്യവും ബാഹുല്യവും. എത്ര ലക്ഷം ഹദീസുകളും ചില ആളുകൾ ചോദിക്കും. പക്ഷെ പണ്ഡിതന്മാർ ഹദീസുകൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള വിവക്ഷ എന്ത് എന്നുള്ളത് പലരും മനസ്സിലാക്കാറില്ല. ആ പരിഗണനയിലാണ് സഹാബികളുടെ വാക്കുകൾ, സഹാബികളുടെ പ്രവൃത്തികൾ, ഇതൊക്കെയും ഹദീസായിട്ടായിരുന്നു എണ്ണപ്പെട്ടിരുന്നത്. അപ്പൊ ആ ഒരു ബാഹുല്യത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് ഈ ജാമിഉ സഹീഹ് എന്ന് അദ്ദേഹം പറയും. അത് പറയണം, ലം ഉഖ്രിജ് ഹാദൽ കിതാബ് ഇല്ലാ സഹീഹൻ വമാ തറക്തു മിന സഹീഹ അക്സർ. ലം ഉഖ്രിജ് ഹാദൽ കിതാബ്, ഈ കിതാബിനെ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ? ഇല്ലാ സഹീഹൻ, സഹീഹായിട്ടല്ലാതെ. സഹീഹുൽ ബുഖാരി സഹീഹായിട്ട് മാത്രമാണ് എന്ത് ചെയ്ത്, സഹീഹിനെ മാത്രം തെരഞ്ഞെടുത്തിട്ടാണ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വമാ തറക്തു മിന സഹീഹ്, സഹീഹിൽ നിന്ന് ഞാൻ ഒഴിവാക്കിയത് അക്സർ, കൂടുതൽ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് സഹീഹുൽ ബുഖാരി രചിച്ചപ്പോൾ ചില പ്രത്യേക നിബന്ധനകളും മാനദണ്ഡങ്ങളും ഉണ്ട്. ആ മാനദണ്ഡങ്ങൾക്കും നിബന്ധനകൾക്കും അടിസ്ഥാനത്തിലല്ല കുറെ സഹീഹുകൾ വേറുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സഹീഹുകളെ കുറെ മാറ്റി വെച്ചിട്ട് ചില സഹീഹുകളെ മാത്രം എടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജാമിഉ സഹീഹ് എന്ന് പറയുന്ന രചന നടത്തിയിട്ടുള്ളത്. പറഞ്ഞാൽ മനസ്സിലായോ? വമാ തറക്തു മിന സഹീഹ്, സഹീഹിൽ നിന്ന് ഞാൻ ഉപേക്ഷിച്ചത് അക്സർ, ഇതിൽ വന്നതിനേക്കാൾ കൂടുതലാണ് എന്ന് അദ്ദേഹം പറയും. എന്തുകൊണ്ട്? സഹീഹുൽ ബുഖാരി രചിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഉൾക്കൊണ്ട സഹീഹുകളെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, ഇവിടെ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളൂ സഹീഹുൽ ബുഖാരിയിൽ.
അദ്ദേഹത്തിന് വേറെ രചനകളുണ്ട്, സഹീഹായ ഹദീസുകൾ ഉൾക്കൊണ്ട് ഇമാം ബുഖാരിയുടെ വേറെ രചനകളുണ്ട് അല്ലേ? ഉദാഹരണത്തിന് ഇമാം ബുഖാരിന്റെ മറ്റു രചനകൾ എന്താ? അൽ അദബുൽ മുഫ്രദ്. അൽ അദബുൽ മുഫ്രദ് ഇമാം ബുഖാരിയുടെ മഹത്തായ ഗ്രന്ഥാണ്. ഷെയ്ഖ് അൽബാനി ഒക്കെ തഹ്ഖീഖ് നടത്തി. അതേപോലെ റഷുൽ ബറദ് എന്ന പേരിൽ സഹീഹ് ബുഖാരിക്ക് ഒരു തഹ്ഖീഖിന്റെ കിതാബ്. ഇതേപോലെ ഇമാം ബുഖാരിക്ക് താരീഖ് ഉണ്ട്, താരീഖുൽ കബീർ, താരീഖ് സഗീർ ഒക്കെ രചനകളാണ്. ഇമാം ബുഖാരിക്ക് വേറെയും രചനകളുണ്ട്, മനസ്സിലായോ? അപ്പൊ അതിലും സഹീഹായ ഹദീസുകൾ അദ്ദേഹം ധാരാളം ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ബുഖാരി വേറെ സഹീഹായ ഹദീസുകൾ ധാരാളം ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു ഇത് പറയുന്നത് സഹീഹുൽ ബുഖാരി രചിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ശ്രദ്ധയുടെ ആ പ്രത്യേകത അദ്ദേഹം പറയാണ്. കതബ്തു അൻ 1080 നഫ്സൻ ലൈസ ഫീഹിം ഇല്ലാ സാഹിബു ഹദീസ്. കതബ്തു, അദ്ദേഹം സഹീഹുൽ ബുഖാരി രചിച്ചതിനെ കുറിച്ച് പറയുന്നത്, ഞാൻ രചിച്ചു അൻ 1080 നഫ്സൻ, എത്ര 1080 റാവിമാരിൽ നിന്ന്. അദ്ദേഹത്തിന് 1080 ഉസ്താദുമാരുണ്ടെന്ന് അർത്ഥം. സഹീഹുൽ ബുഖാരിക്ക് 1080 ആളുകളിൽ നിന്ന് ഞാൻ ഹദീസ് സ്വീകരിച്ച് രചിച്ചു. ലൈസ ഫീഹിം, ഈ 1080 പേരിൽ ഇല്ല സാഹിബ് ഹദീസ്, ആരല്ലാതെ? സാഹിബ് ഹദീസ് അല്ലാതെ, ഹദീസ് പണ്ഡിതനല്ലാതെ. അപ്പൊ ഹദീസ് പണ്ഡിതന്മാരിൽ നിന്ന് 1080 പേരിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്? ഹദീസ് സ്വീകരിച്ചിട്ട് സഹീഹിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒറ്റ ഹദീസ് പണ്ഡിതരല്ലാത്തവർ എന്തില്ല, ഞാൻ ഹദീസ് എടുത്തവരിൽ ഇല്ല എന്നുള്ളതാണ്. അതൊക്കെയും ഈ സഹീഹുൽ ബുഖാരിയുടെ സവിശേഷതയാണ്. അത് രചിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധയാണ്. ലം അക്തുബ് ഇല്ലാ അമ്മൻ ഖാല അൽ ഈമാനു ഖൗലുൻ വ അമൽ. ലം അക്തുബ്, ഞാൻ ഹദീസ് രേഖപ്പെടുത്തിയിട്ടില്ല, ഇല്ലാ അമ്മൻ ഖാൽ അൽ ഈമാനു ഖൗലുൻ വ അമൽ, ഈമാൻ ഖൗലും അമലുമാണ് എന്ന് പറയാത്തവരിൽ നിന്നല്ലാതെ ഞാൻ ഹദീസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഇമാം ബുഖാരി പറയാണ്. ഇതെന്താണ് ഈ വിഷയം? അതായത് ബിദഈ കക്ഷികളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഹദീസ് സ്വീകരിച്ചിട്ടില്ല എന്ന് ഇമാം ബുഖാരി പറയാണ്. അതിനൊരു ഉദാഹരണം പറയാണ്, അൽ ഈമാൻ ഖൗലുൻ വ അമൽ എന്ന് പറയാത്തവരിൽ നിന്ന് ഞാൻ ഹദീസ് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞെങ്കിൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ അത് കേവലം മനസ്സിന്റെ സത്യപ്പെടുത്തൽ മാത്രമാണോ? അതല്ല, വാക്കും പ്രവൃത്തിയും അതിനെ സത്യപ്പെടുത്തണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ മനഹജ് എന്താ? ഈമാൻ എന്ന് പറഞ്ഞെങ്കിൽ മനസ്സ് സത്യപ്പെടുത്തണം, വാക്കും പ്രവൃത്തിയും അതിനെ സത്യപ്പെടുത്തണം, അപ്പോഴാണ് ഈമാൻ ആകുള്ളൂ അല്ലെ? ചില കക്ഷികൾ പറയുന്നുണ്ട്, നമ്മൾ മനസ്സ് സത്യപ്പെടുത്തില്ല ആയിനാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി ഇനി എന്തായാലും പ്രശ്നമല്ല എന്ന്. അതൊക്കെ ബിദഈ കക്ഷികളുടെ ആരോപണമാണ്. അതേപോലെ തന്നെ ചിലര് പറയുന്നുണ്ട്, നമ്മൾ ഈമാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ വാക്കും പ്രവൃത്തിയും അതിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ വൻപാം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈമാനിന് പറ്റ പുറത്തു പോയി എന്ന് പറയുന്നത്. അതും ബിദഈ കക്ഷികളാണ്. ഒന്ന് മുർജിയാക്കളാണ് എങ്കിൽ മറ്റൊന്ന് ഖവാരിജുകളും മുഅ്തസിലിയത്തുമാണ്. മനസ്സിലായി? അപ്പൊ ഇദ്ദേഹം പറയാണ്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഈമാൻ ഖൗലും അമലും ആണ് എന്ന് പറയാത്തവനിൽ നിന്നല്ലാതെ ഒരാളിൽ നിന്ന് ഞാൻ എഴുതിയിട്ടില്ല, ഹദീസ് എഴുതിയിട്ടില്ല എന്നാണ് ഒരൊറ്റ ബിദഈകളിൽ നിന്നും ഞാൻ ഹദീസ് സ്വീകരിച്ചിട്ടില്ല എന്ന് ഇമാം ബുഖാരി പറയുന്നു. അപ്പോ ഇതൊക്കെയും എങ്ങനെയാണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ക്രോഡീകരിച്ചത്? അതിൽ അദ്ദേഹത്തിന്റെ തികഞ്ഞ ശ്രദ്ധ, ഹദീസ് സഹീഹാകാനുള്ള അദ്ദേഹത്തിന്റെ തികഞ്ഞ ശ്രദ്ധയാണ് ഇതൊക്കെയും അറിയിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എന്ത്, ആവശ്യകത എന്ത് എന്ന് പറഞ്ഞെങ്കിൽ, ചില ആളുകൾക്ക് ഈ ഹദീസുകളൊക്കെ ഒരു കുട്ടിക്കളിയായി, മനസ്സിലല്ലേ? അത് പണ്ഡിതന്മാരുടെ വേഷത്തിൽ ആളുകൾ പണ്ഡിതന്മാരെന്ന് പറയുന്നവരാലാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ഹനിക്കപ്പെടുന്നത്. ഇതൊക്കെ നിസ്സാരമാണ് പലർക്കും. ഇതിനൊക്കെ ഇസ്ലാമിക ചരിത്രവും ഇസ്ലാമിക പൈതൃകവും എത്ര, അതിന്റെ ആഴം എത്ര, അതിന്റെ വലുപ്പത്ര എന്നുള്ളത് പലർക്കും ഒരു വിവരമല്ല. മാത്രമല്ല, അവർ ഈ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരുടെ മേൽക്കുപ്പായിട്ട് ആളുകളെ സാധാരണക്കാർ പാമരന്മാർ വഞ്ചിതരാകുകയും ഹദീസുകളെ സുന്നത്തുകളെ ചവിട്ടി അരക്കുന്ന ഒരു ദുർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ വിഷയത്തിലൊരു ഗൗരവം മനസ്സിലാക്കാനാണ് ഞാൻ ഒരു വിഷയം തന്നെ സെലക്ട് ചെയ്ത്. അതിൽ നമുക്ക് കുറെ വിഷയങ്ങൾ, ഇപ്പൊ സഹീഹുൽ ബുഖാരിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുന്നതായിരിക്കും. അതേപോലെ ഇനി കുറെ ഈ സുന്നത്ത് ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ വന്ന പല രചനകളുണ്ട്, അത് പിൽക്കാലങ്ങളിലേക്ക് നീണ്ടു നിന്നതുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ ഈ ഒരു ആധുനിക യുഗം വരേക്കും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ചെയ്ത സേവനങ്ങളുണ്ട്. നമുക്കൊരു അടുത്ത ആഴ്ചയും കൂടി നോക്കാം എന്നിട്ട് അതിനനുസരിച്ച്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.